ഒറ്റ നോട്ടത്തിൽ നേരെ ചിന്തിച്ചാൽ റിയാസ് സലീമിനെ ബിഗ് ബോസ് കൊണ്ടുവന്നത് ലക്ഷ്മിക്ക് പണി കൊടുക്കാനാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് ഗെയിമിന്റെ രീതിയിൽ ചിന്തിച്ചാൽ റിയാസ് സലീമിനെ ബിഗ് ബോസ് കൊണ്ടുവരികയും റിയാസ് സലീം ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്താൽ അതിന്റെ ഗുണം ആർക്കാണ് കിട്ടുക? സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ, അത് ലക്ഷ്മിക്ക് തന്നെയായിരിക്കും. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, റിയാസിനോട് ഒന്ന് ചെറുതായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ പോലും ലക്ഷ്മിക്ക് വലിയ സപ്പോർട്ട് കിട്ടും. കാരണം ഇപ്പോഴും ഈ LGBTQ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ഭൂരിപക്ഷമുള്ള ഒരു നാട് തന്നെയാണ് നമ്മുടേത്. അതിന് കാരണം അവരിൽ തന്നെ പെട്ട കുറെ ആളുകളുടെ പ്രവൃത്തികളൊക്കെയാണ് കേട്ടോ. പിന്നൊരു കാരണം എന്ന് പറയുന്നത് അറിവില്ലായ്മയുമാണ്. ഇവർ മനഃപൂർവ്വം എങ്ങനെയായി തീരുന്നു എന്ന് കരുതുന്ന കുറെ കൂട്ടരുമുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു വലിയ വിഭാഗം LGBTQ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നുണ്ട്. അതിൽ തന്നെ മലയാളികളിൽ ഒരു വലിയ വിഭാഗം പേര് എതിർത്ത ആളാണ് റിയാസ് സലീം. അത് റിയാസ് LGBTQ പ്രതിനിധി ആയതുകൊണ്ടൊന്നുമല്ല, പുള്ളിക്കാരന്റെ ഗെയിം അമ്മാതിരി വെറുപ്പിക്കൽ ഗെയിം ആയിരുന്നു. കുറെ പേര് ഭയങ്കര ഗെയിം ചേഞ്ചർ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആളെ പറയുന്നുണ്ടെങ്കിലും സീസൺ 4 എനിക്ക് റിയാസ് അങ്ങനെ ഭയാനകമായ ഒരു ഗെയിമർ ആയിട്ടൊന്നും തോന്നിയില്ല. ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ടുള്ള ആളെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഗെയിം കളിച്ചു. പക്ഷേ അയാളെ ആ ഒരു ഗെയിമിലൂടെ പുറത്താക്കിയ രീതി എന്ന് പറയുന്നത് ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അയാളുടെ അടുത്തുനിന്ന് തള്ളോ തല്ലോ വാങ്ങിക്കൊണ്ടാണല്ലോ. അതല്ലാതെ റിയാസ് ഒരു മൈൻഡ് ഗെയിം കളിച്ച് ഓഡിയൻസിന്റെ മുമ്പിൽ അയാളെക്കാൾ മിടുക്കനാണ് താനെന്ന് കാണിച്ചിട്ട്, അല്ലെങ്കിൽ റോബിനേക്കാൾ കഴിവുള്ള ആളാണെന്ന് താനെന്ന് ബോധ്യപ്പെടുത്തി ഓഡിയൻസിന്റെ ഇഷ്ടം നേടി ടൈറ്റിൽ വിന്നറായ ഒരു വ്യക്തി അല്ല റിയാസ്. മനസ്സിലായില്ലേ? അപ്പൊ റിയാസ് റോബിനെ തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് റോബിനെ പ്രൊവോക്ക് ചെയ്ത് അയാളെ കൈ ഉയർത്തിപ്പിച്ച് പുറത്താക്കുന്നു. അത് റിയാസിനൊന്നല്ല, അത് ആർക്കും ചെയ്യാം. അതായത് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളോ മറ്റു ലക്ഷ്യങ്ങളോ ഇല്ലാതെ എന്തിനും തയ്യാറായി വരുന്ന ഒരു കണ്ടസ്റ്റന്റിന് ചെയ്യാവുന്നതേ ഉള്ളൂ. റിയാസിനേക്കാൾ വലിയ പ്രൊവോക്കിംഗ് ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഈവൻ ഈ സീസണിൽ പോലും ഉണ്ട്. റിയാസ് ഗെയിം ചേഞ്ചർ ആണെന്ന് ആ സീസണിൽ കുറെ ആൾക്കാർ പറഞ്ഞത് ആരൊക്കെയാണ്? റോബിനെ എതിർത്ത ആൾക്കാരാണ് റിയാസിനെ ഗെയിം ചേഞ്ചർ ആക്കിയത്. റിയാസ് ഗെയിം ചേഞ്ചർ ആകണമെന്ന് അവരാണ് ആഗ്രഹിച്ചത്. റോബിനെ എതിർത്ത ഒരു വലിയ വിഭാഗത്തിന്റെ സപ്പോർട്ടാണ് അന്ന് റിയാസിന് കിട്ടിയത്. പക്ഷെ അന്നും റോബിന് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നത്. ഇന്നത്തെ സാഹചര്യം എടുത്താൽ ഇപ്പോഴും റിയാസിന്റെ നിലപാടുകളെയും റിയാസിന്റെ ഗെയിമിനെയും ഇഷ്ടമല്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അതേസമയത്ത് അത് LGBTQയോടുള്ള ഒരു എതിർപ്പല്ല. പക്ഷേ LGBTQയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് വരുന്ന റിയാസ് ലക്ഷ്മിയെ ആ കാര്യത്തിൽ എതിർക്കുകയാണെങ്കിൽ ആദിലയ്ക്കും നൂറയ്ക്കും ഒപ്പം നിൽക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ റിയാസിനോടുള്ള എതിർപ്പ് കാരണം എന്ത് ചെയ്യും? ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെയാണ് റിയാസിന്റെ വരവ് യഥാർത്ഥത്തിൽ ആദിലയ്ക്കും നൂറയ്ക്കും ഒക്കെ ഗുണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത് ഗുണം ചെയ്യുന്നത് ലക്ഷ്മിക്കാകാനാണ് സാധ്യത എന്ന് പറയുന്നത്. അതിന് കാരണം ഈ കഴിഞ്ഞ സീസണുകളിൽ നടന്ന കാര്യങ്ങളും റിയാസിന്റെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണങ്ങളും മൂപ്പരുടെ നിലപാടുകളും മൂപ്പരുടെ ഗെയിമും ഒക്കെ തന്നെയാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ റിയാസിനോട് ഇഷ്ടക്കുറവുള്ള ആൾക്കാരൊക്കെ ലക്ഷ്മിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാണ്. ഇനി റിയാസ് അവിടെ നിൽക്കട്ടെ, ലക്ഷ്മി സപ്പോർട്ട് നേടാൻ വേണ്ടി മാത്രം അങ്ങനെ മഹത്തായ കാര്യമൊന്നും ചെയ്തിട്ടൊന്നുമില്ല അവിടെ. അതായത് ഒന്നാമത്തെ കാര്യം, ലക്ഷ്മി LGBTQ കമ്മ്യൂണിറ്റിയെ എതിർത്തതിന് മാത്രമല്ല, അല്ലെങ്കിൽ അതിനെ എതിർത്തത് കൊണ്ടല്ല വിമർശിക്കപ്പെടുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഒരു കാര്യവുമില്ലാതെ 2 പെൺകുട്ടികളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന്, നിന്റെയൊക്കെ പോലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്, സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാത്തവരാണ്, സമൂഹത്തിന് കൊള്ളരുതാത്തവരാണെന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നടത്തിയതുകൊണ്ടാണ് ലക്ഷ്മി എതിർക്കുന്നത്. അവിടെ LGBTQ ഒരു വിഷയമല്ല. 2 പെൺകുട്ടികളെ ആരുമായിക്കോട്ടെ, അത് ലെസ്ബിയനോ സാധാരണ പെങ്കൊച്ചോ ആരുമായിക്കോട്ടെ, അവരെ അങ്ങനെ പറയാൻ പാടില്ല എന്നതുകൊണ്ടാണ് ലക്ഷ്മി എതിർക്കപ്പെട്ടത്. രണ്ടാമത് ലക്ഷ്മി എതിർക്കപ്പെട്ടത് ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണം ഒരു പുരുഷ മത്സരാർത്ഥിക്കെതിരെ, ഉണ്ണീലിനെതിരെ ഉന്നയിച്ചത് കൊണ്ടാണ്. അന്ന് ഉപയോഗിച്ച മോശം പദപ്രയോഗങ്ങളുടെ പേരിലാണ്, കുടുംബത്തിൽ പിറക്കാത്തവൻ കുടുംബത്തിൽ പിറക്കണം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളുടെ പേരിലാണ് ലക്ഷ്മി വിമർശിക്കപ്പെട്ടത്. അപ്പോൾ വെള്ള പൂശുന്നതിനിടയിൽ ഇതിനെയൊക്കെ അങ്ങ് പൂശി വിടാനായിട്ട് കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി വിമർശിക്കപ്പെട്ടുവെങ്കിൽ അതിന് കാരണമുണ്ട്. അവർ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതവും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിക്കിട്ടല്ല പണി കൊടുത്തത്. ലക്ഷ്മി ആക്ച്വലി റിയാസ് വന്നതിലൂടെ ലക്ഷ്മിക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ, ലക്ഷ്മിക്ക് സപ്പോർട്ടേ കിട്ടത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിനെ നിലനിർത്താൻ ലക്ഷ്മിക്ക് കഴിയുമെന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. കാരണം റിയാസ് 2 ദിവസം കൊണ്ട് അങ്ങ് പോവും. റിയാസ് പോയതിന് ശേഷം ലക്ഷ്മിക്ക് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ? ഇനി വേറൊരു കാര്യം, ലക്ഷ്മി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കി ഗെയിം കളിക്കുന്നതുമാകാം. ഞാനൊരു പോസ്റ്റൊക്കെ കണ്ടായിരുന്നു, ഒരു 2018 മറ്റോ ഫേസ്ബുക്കിനകത്ത് ലക്ഷ്മി ഇട്ടൊരു പോസ്റ്റ്. ഇതുപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന 2 പേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട പോസ്റ്റാണ്. കമന്റ് ബോക്സിൽ നെഗറ്റീവ് കമന്റ് ഒന്നും ഇല്ലാത്തതിന്റെ അവരുടെ സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ലക്ഷ്മി ഇവിടെ ഇതൊരു ഗെയിമിന് വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുന്നതും ആയിക്കൂടുന്നില്ല. പുറത്തിറങ്ങിയിട്ട് തിരുത്തിയാൽ മതിയല്ലോ നന്നായി എന്ന് കാണിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിമും ആകാം. അതും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം. ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ അവരുടെ സ്ട്രാറ്റജീസിന്റെ ഭാഗമായിരിക്കാം ഇതെല്ലാം. കഴിഞ്ഞ സീസണിൽ വന്ന ദിവസവും എനിക്ക് തോന്നുന്നു 2-3 ദിവസം അടിപൊളിയായിരുന്നു അഭിഷേക്. അതിനുശേഷം LGBTQ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അഭിഷേക് അവസാനം വരെ നിന്നുപോയത്. അല്ലാതെ എന്ത് കളിയാണ് കളിച്ചത്? പെങ്ങളൂട്ടി ടാസ്ക് കളിച്ചിട്ടാണോ? പെങ്ങളൂട്ടി ഗെയിം കളിച്ചതുകൊണ്ടാണോ? അഭിഷേക് അങ്ങനെ വലിയ ഗെയിമൊന്നും കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടില്ല. വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. വന്ന ഡേയും അടുത്ത ദിവസവും അടിപൊളിയായിരുന്നു. പിന്നെ പുള്ളി ടോപ്പ് 5 വരെ അല്ലെങ്കിൽ അവസാനം വരെ നിന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി എതിർത്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പുള്ളിക്ക് പറ്റി. അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ ലക്ഷ്മി പയറ്റുന്നത് എന്നുള്ളത് ഈ ഷോ ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം ഈ കമ്മ്യൂണിറ്റി എതിർക്കുന്നവരുണ്ട്. അത് ആ കമ്മ്യൂണിറ്റിയിലുള്ള ചില ആൾക്കാരുടെ പ്രവൃത്തികൾ കൊണ്ട് കൂടിയാകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ടുമൊക്കെ ആകാം. പക്ഷെ ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം, റിയാസ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് റിയാസ് അങ്ങനെ ഭയങ്കര മോശമായിട്ടൊന്നും ഇത്തവണ തോന്നിയിട്ടില്ല. മാത്രമല്ല റിയാസിന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഒക്കെ റിയാസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സീക്രട്ടായിട്ട് കൊടുത്ത ടാസ്ക് ഒക്കെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ഓരോ ഇപ്പോൾ അനീഷിനെ കൊണ്ട് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന ഷാനവാസിൻ്റെ അടുത്ത് പറയിച്ചതായാലും, ക്യാമറയുടെ മുമ്പിൽ ആര്യനെയും ജിസേലിനെയും അതുപോലെ അനുമോളെ കൊണ്ടുവന്ന കാര്യത്തിലായാലും, അങ്ങനെ കൊടുത്ത എല്ലാ ടാസ്കുകളും കണ്ണാൻ തുമ്പി പോരാമോ പാട്ട് പാടിച്ച കാര്യമൊക്കെ റിയാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയാസ് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ റിയാസ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ വന്ന സമയത്ത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.